ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം എവറസ്റ്റ് കൊടുമുടി എന്ന് തന്നെയാണ്. എന്നാൽ ഏറ്റവും ആഴമുള്ള പ്രദേശം ഏതാണ്? എന്നും നിഗൂഢതകൾ മാത്രം സമ്മാനിച്ച ശാസ്ത്രലോകത്തിന്റെ ഉറക്കം കെടുത്തുന്ന മരിയാന ട്രെഞ്ച്. ഇന്നും കണ്ടെത്താൻ കഴിയാത്ത ദുരൂഹതകളും മറഞ്ഞുകിടക്കുന്ന കടൽ പ്രദേശങ്ങളിലൊന്നാണ് ഇവിടം. സമുദ്രങ്ങളിൽ ഏറ്റവും ആഴം കൂടിയതും ഭൂമിയിൽ ഏറ്റവും അഗാധമായ സ്ഥലം ഒരിടത്തു തന്നെയാണ്. അതാണ് ശാന്തസമുദ്രത്തിലെ മരിയാന ട്രെഞ്ച്. ജപ്പാൻ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂഗിനിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ 2500 കിലോമീറ്ററിലധികമായി സമുദ്രത്തിനടിയിൽ വ്യാപിച്ചു കിടക്കുന്ന മലനിരകളും മലയിടുക്കുകളും നിറഞ്ഞ മേഖലയാണ് മരിയാന ട്രെഞ്ച്. 11 കിലോമീറ്റർ ആഴവും 69 കിലോമീറ്റർ വീതിയുമുണ്ട്. ഗ്വാം ദ്വീപിന്റെ തെക്കുകിഴക്ക് മുതൽ മരിയാന ദ്വീപുകളുടെ വടക്കു പടിഞ്ഞാറ് വരെ 2550 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശമാണിത്. 170 മില്യണോളം പഴക്കമുള്ള കടൽ അടിത്തട്ടാണ് മരിയാന ട്രെഞ്ചിന്റേത്. മരിയാന ട്രെഞ്ചിലെ സ്ഥിതിവിശേഷങ്ങൾ ഇത്ര ഭീകരമാണെങ്കിലും ഈ അഗാധ ഗർത്തത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതത് സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്ന പലതരം ജീവികളെയും നമുക്ക് കാണാൻ സാധിക്കും. 200-ലേറെ സൂക്ഷ്മജീവികളെ ശാസ്ത്രലോകം ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അവയുടെ ശരീരഘടനയും ട്രെഞ്ചിലെ താപനില, ജലം, മർദ്ദം, വെളിച്ചത്തിന്റെ ലഭ്യതയും കുറവും തുടങ്ങി ഓരോ കാര്യങ്ങൾക്കും അനുസരിച്ചിരിക്കുന്നു. ഇപ്പോഴും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ട്രെഞ്ചിന്റെ മർദ്ദത്തിന്റെ 6 ഇരട്ടിയോളം മർദ്ദം താങ്ങാൻ ഈ ജീവികൾക്ക് കഴിയും എന്നതാണ് ഏറ്റവും വലിയ കാര്യം. 1875-ലാണ് കടലിനടിയിലെ ഈ അത്ഭുത ലോകം, അഗാധമായ ഇരുട്ട് പുറം ലോകം ആദ്യമായിട്ട് അറിയുന്നത്. 1957-ൽ റഷ്യയുടെ റിസർച്ച് കപ്പലാണ് ഇതിന്റെ ആഴം 10,034 ആണെന്ന് ആദ്യം കണ്ടെത്തിയത്. അതിന് പിന്നാലെ 1960 ജനുവരി 23-ന് ആദ്യമായി ഒരു മനുഷ്യനെ ദൗത്യം ട്രെഞ്ചിന്റെ അടിത്തട്ടിലുള്ള അജ്ഞാത ലോകത്തിലേക്ക് അയച്ചു. സമുദ്രശാസ്ത്രജ്ഞൻ ജാക്വസ് പിക്കാർഡും US നാവികസേനയിലെ ലഫ്റ്റനന്റ് ജോൺ വാൽഷും ചേർന്ന് പൈലറ്റ് ചെയ്ത ട്രൈസ്റ്റേ എന്ന സബ്മേഴ്സിബിയൻ വെള്ളത്തിനടിയിലെ ലോകത്തെ നേരിൽ കണ്ടു. അതായത് അക്കാലത്ത് മനുഷ്യർക്ക് അന്യമായ ജീവിതത്തിന് ഇരുവരും സാക്ഷ്യം വഹിച്ചപ്പോൾ ലോകം ഞെട്ടിയിരുന്നു. അവർക്ക് ഉത്തരം കണ്ടെത്തേണ്ട ഏറ്റവും വലിയ ചോദ്യം അത്തരത്തിലുള്ള കഠിനമായ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ജീവികൾ ഉണ്ടോ എന്നതായിരുന്നു. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ ജീവിക്കാൻ ആവുമോ എന്നത് ആശ്ചര്യമേറിയ ചോദ്യം തന്നെയല്ലേ. 4 മണിക്കൂറും 47 മിനിറ്റും ഇറങ്ങിയ ശേഷം സബ്മേഴ്സിബിയൻ താഴെ എത്തിയപ്പോൾ പിക്കാർഡ് പുറത്ത് എന്തോ കണ്ടു. താനൊരു മത്സ്യത്തെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വാൽഷിനെ വിളിച്ചു. വാൽഷ് ഇത് ശരിക്കും ഒരു ഫ്ലാറ്റ് ഫിഷ് ആണെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ താഴെയുള്ള ചെളി അവരുടെ കാഴ്ചയെ മറിച്ചു. അവർക്കിപ്പോൾ കണ്ടതിന്റെ ചിത്രങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ സമുദ്ര ജീവശാസ്ത്രജ്ഞർ ഈ അവകാശവാദം പാടെ നിരസിച്ചു. ഇത്രയും ഉയർന്ന സമ്മർദ്ദത്തിൽ ഒരു മത്സ്യം നിലനിൽക്കുക അസാധ്യമാണെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇരുവരും തങ്ങളുടെ വാദത്തിൽ ഉറച്ചു നിന്നു. 11,000 മീറ്ററിന് താഴെയുള്ള ഇരുട്ടിൽ ജീവൻ നിലനിന്നിരുന്നോ എന്ന ചോദ്യത്തിന് പിന്നീടുള്ള ദൗത്യങ്ങളിൽ ഉത്തരം ലഭിച്ചു. ട്രെഞ്ചിൽ വസിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് ഇപ്പോഴും വളരെ കുറച്ചേ അറിയൂ. എന്നാൽ വെളിച്ചം, അമ്ലത്വം, മരവിപ്പിക്കുന്ന അവസ്ഥകൾ എന്നിവയുടെ അഭാവം ഉണ്ടായിരുന്നിട്ട് പോലും അറിയപ്പെടുന്ന 200-ലധികം സൂക്ഷ്മാണുക്കളും ക്രിസ്റ്റേഷ്യനുകളും ആംഫിപോഡുകളും ഉൾപ്പെടെയുള്ള ചെറുജീവികൾ അവിടെ വസിക്കുന്നതായി കണ്ടെത്തി. അതോടെ അവരുടെ വാദം അവിടെ പൂർത്തിയായി. അതിനുശേഷം 1995-ൽ ജപ്പാന്റെ മുങ്ങിക്കപ്പൽ ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. ഇന്നും ശാസ്ത്രലോകത്തിന് വലിയ അത്ഭുതമാണിവിടം. ഭൂമിക്കുള്ളിലെ മറ്റൊരു ലോകം എന്നാണ് ഗവേഷകർ മരിയാന ട്രെഞ്ചിനെ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാവും മരിയാന ട്രെഞ്ചിന് ഇത്രയ്ക്കും ആഴം? നമുക്ക് നോക്കാം. ടെക്ടോണിക് ഭൗമപാളികളായ പസഫിക് പ്ലേറ്റും ഫിലിപ്പീൻ പ്ലേറ്റും ചേരുന്ന ഭാഗത്താണ് മരിയാന ട്രെഞ്ച് ഉള്ളത്. US നേവിയിലെ ഭൗമശാസ്ത്രജ്ഞൻ ഹാരമോൺ ഹീസാണ് ഈ ഗർത്തമുണ്ടാകാനുള്ള കാരണം തേടി ആദ്യം ഇറങ്ങിയത്. ഭൗമഫലകങ്ങളുടെ നിരങ്ങി നീങ്ങലാണ് കാരണമെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നീടാണ് ഈ ട്രെഞ്ചിന്റെ വ്യാപ്തി തിരിച്ചറിയുന്നത്. എതിർവശത്തായി പസഫിക് സമുദ്രത്തിന്റെ കിഴക്കൻ മേഖലയിലെ അടിത്തട്ടിലെ പർവ്വതനിരകളും ഇതിന്റെ ഭാഗമാണെന്ന് വ്യക്തമായി. രണ്ടും ചേർന്ന് 50,000 കിലോമീറ്ററിലധികം വരുന്ന ശൃംഖലയാണുള്ളത്. ബേസ്ബോളിന് ചുറ്റുമുള്ള വളയം പോലെ ഭൂമിക്ക് ചുറ്റും ഒരു വളയം എന്ന രീതിയിലാണ് ഇതിന്റെ കിടപ്പ്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നിലനിന്ന ശീതസമരമാണ് ഇവ തമ്മിലുള്ള ബന്ധത്തിന്റെ ചുരുളഴിച്ചത്. ശീതസമരം ഈ മരിയാന ട്രെഞ്ചിന്റെ കണ്ടെത്തലിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സോവിയറ്റ് യൂണിയന്റെ ഓരോ നീക്കങ്ങളും അറിയാൻ അമേരിക്കയും തിരിച്ചും മത്സരബുദ്ധിയോടെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിരുന്ന കാലം. സമുദ്ര പര്യവേഷണങ്ങൾ ഇതിന്റെ ഭാഗമായി. സമുദ്രാന്തർ ആണവ പരീക്ഷണങ്ങൾ നടത്തിയാൽ കണ്ടെത്തുന്നതിന് അമേരിക്ക കൊണ്ടുവന്ന നിരീക്ഷണ സംവിധാനമാണ് മരിയാന ട്രെഞ്ചിന്റെ രഹസ്യം വെളിപ്പെടുത്തിയത്. ഇതിനായി സമുദ്രത്തിൽ പലയിടത്തായി അമേരിക്ക സീസ്മോഗ്രാഫുകൾ സ്ഥാപിച്ചു. ഇതിൽ പസഫിക് മേഖലയിൽ ഉണ്ടായിരുന്നവർ പലവട്ടം ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തി. ആ പ്രദേശങ്ങളെ ചേർത്തുണ്ടാക്കിയ മാപ്പിൽ മരിയാന ട്രെഞ്ചും മലനിരകളും ഉൾപ്പെട്ട പ്രദേശത്തായിരുന്നു
ആയിരുന്നു ഇവയുടെ പ്രഭവ കേന്ദ്രം. അതുപോലെ തന്നെ മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് മരിയാന ട്രെഞ്ചിന്റെ ഭാഗമായ ചലഞ്ചർ ദ്വീപ്. പസഫിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഗുവാം ദ്വീപിൽ നിന്ന് 340 കിലോമീറ്റർ അകലെയാണിത് ഉള്ളത്. ഏറ്റവും ആഴമുള്ള സ്ഥലമാണെങ്കിലും ഇത് ഭൂമിയുടെ കേന്ദ്രത്തോട് ഏറ്റവും അടുത്തുള്ള സ്ഥലമല്ല. ഇത് എന്തുകൊണ്ടാണ് ഈ ആഴമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവുമുണ്ട്. ഭൂമധ്യരേഖയിൽ ഭൂമി പുറത്തേക്ക് തള്ളിയിരിക്കുന്നതാണ് ഇതിന് കാരണം. ഭൂമിയുടെ ആരം ഭൂമധ്യരേഖയിലേക്കാൾ ധ്രുവപ്രദേശങ്ങളിൽ 25 കിലോമീറ്റർ വരെ കുറവാണ്. ആർട്ടിക് സമുദ്രത്തിലെ കടൽത്തട്ടാണ് ചലഞ്ചർ ദ്വീപിനേക്കാൾ ഭൂമിയുടെ കേന്ദ്രത്തോട് അടുത്തിരിക്കുന്നത്. ഈ മരിയാന ട്രെഞ്ചിൽ നമ്മുടെ ജെയിംസ് കാമറൂൺ എത്തിയിട്ടുണ്ട്. 2012 മാർച്ച് 26-നാണ് ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ ഈ ആഴത്തിലെത്തിയത്. 2009-ൽ വുഡ്സ് ഹോൾ ഓഷ്യനോഗ്രാഫിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേരിയസ് എന്ന റോബോട്ടിക് വാഹനവും 10,902 മീറ്റർ ആഴം വരെ എത്തിയിരുന്നു. ഇവിടെ ഈ ട്രെഞ്ചിന് തൊട്ടടുത്തായി ഒരു ഐലൻഡും സ്ഥിതി ചെയ്യുന്നുണ്ട്. പലപ്പോഴും പല കഥകളിലെ ഒരു ഭീകരൻ പ്രദേശമാണ് മരിയാന ഐലൻഡ്. മരിയാന ട്രെഞ്ചിന് 322 മൈൽ അകലെ അതിന് സമാന്തരമായി കാണുന്ന അഗ്നിപർവ്വത ദ്വീപുകളുടെ ഒരു ശൃംഖലയാണ് ഈ മരിയാന ഐലൻഡ്. ട്രെഞ്ചിനടുത്തായി ഉണ്ടാകുന്ന സബ്ഡക്ഷൻ പ്രക്രിയയിലാണ് ഈ ദ്വീപുകൾ രൂപപ്പെട്ടത്. അതായത് ഒരു ഭൗമപാളി മറ്റൊന്നിന്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്നതിലൂടെയാണ് ഉണ്ടായത്. അഗ്നിപർവ്വതം ഉണ്ടെങ്കിലും ഇവിടെ ലാവ പുറത്തു വരാറില്ല. പകരം വായുവിനൊപ്പം ഒരുതരം നേർത്ത പൊടി രൂപത്തിലുള്ള ചെളിയാണ് ഉയർന്നു വരുന്നത്. ഇവയടിഞ്ഞാണ് ഈ ദ്വീപുകൾ ഉണ്ടായിരിക്കുന്നത്. ഭൗമപാളികളിലൊന്ന് മറ്റൊന്നിന്റെ അടിയിലേക്ക് നിരങ്ങിയിറങ്ങുമ്പോൾ വൻ ഭൂകമ്പത്തിനും സുനാമിക്കും സാധ്യത കൂടുതലാണ്. എന്നാൽ പസഫിക് സമുദ്രം പൊതുവെ ശാന്തമാണ്. ഈ മേഖലയിലെ ബലം കുറഞ്ഞ പൊടിയുന്ന പാറകളാണ് ഇതിന് കാരണം. ഭൗമപാളികൾ ഉരയുമ്പോൾ ഈ പാറ പൊടിഞ്ഞു പോകുന്നതിനാൽ വലിയ അളവിൽ ഊർജം സ്വതന്ത്രമാക്കപ്പെടാറില്ല. ഈ പൊടി ഒരു ലൂബ്രിക്കൻ്റായി പ്രവർത്തിക്കുന്നു. ഇതാണ് ഭൂകമ്പങ്ങൾ ഒഴിവാക്കാൻ കാരണം. ഇനി എന്തുകൊണ്ട് ഈ ഭൗമപാളികളുടെ ചലനം രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പസഫിക് പ്ലേറ്റ് ഫിലിപ്പീൻ പ്ലേറ്റിനടിയിലൂടെ മാൻഡിയിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങിയതാണ് മരിയാന ട്രെഞ്ച് രൂപപ്പെടാൻ ഇടയാക്കിയത്. പ്ലേറ്റുകളുടെ ഘടനയ്ക്കനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ചലനം വേഗത്തിലും ചിലയിടത്ത് തടസ്സപ്പെടുന്നതും കൊണ്ടാകാം ഒരു ഭാഗത്ത് വലിയ ഗർത്തത്തിന് കാരണമായതെന്ന് കരുതുന്നു. പ്ലേറ്റിന്റെ ചലനം ധാതുക്കളെ ഒരു കൺവെയർ ബെൽറ്റ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. 40 ലക്ഷം വർഷം കൂടുമ്പോൾ അമേരിക്കയുടെ അത്ര വലിപ്പമുള്ള പ്രദേശം ആഴ്ന്നിറങ്ങുമെന്നാണ് നിരീക്ഷണം. നമുക്ക് കാത്തിരുന്നു കാണാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.